എനിവേ നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്, ഇത് ഭയങ്കര ബാഡായിപ്പോയി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് എൻ്റെ കമൻസ് വായിക്കലുണ്ട്. കുറേ പേർക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഇഷ്ടമാണെന്ന് കേട്ടതിൽ ഭയങ്കര സന്തോഷം. കാരണം ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അപ്രീസിയേഷനാണ് നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോന് എനിക്ക് ഒരു 10K വ്യൂ കിട്ടി. അതിൽ കുറേ ആൾക്കാർ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സോഷ്യലി പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുമ്പം ഈ രേണുസുധിയുടെ കണ്ടന്റ് കിട്ടുന്ന അതേ വ്യൂ തന്നെ കിട്ടണം എന്നൊരാഗ്രഹം കൂടി എനിക്കുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രേണുസുധിയുടെ ഒരു ടോപ്പിക്കാണ്. വേറെ അതിവിഷയകരമായിട്ടുള്ളൊരു ടോപ്പിക്കുകളൊന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. ഇന്ന് വേഗം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫാമിലി ആയിട്ടൊരു സിനിമയ്ക്ക് പോകാനൊക്കെ പ്ലാനുണ്ട്, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനും ചില്ലാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കത്തിയടിക്കുന്നില്ല, നമുക്ക് നേരെ എൻ്റെ വീഡിയോയിലോട്ട് പോകാം. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പൊതുവേ ഏതൊരു കണ്ടന്റ് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഞാൻ രേണു ചേച്ചി സപ്പോർട്ടർ അല്ല. കാരണം എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, രേണു ചെയ്യുന്ന പല പ്രവൃത്തികളെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. എൻ്റെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ പൊതുവേ ഉള്ള എൻ്റെ എല്ലാ വീഡിയോസിനും രേണുവിനെ അഗെയിൻസ്റ്റ് സംസാരിച്ച് ഏതോ ഒരു കണ്ടന്റ് വന്ന സമയം ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത പാട് എൻ്റെ വീടിൻ്റെ താഴെ ഫുള്ള് ചീത്തവിളിയായിരുന്നു. എടോ, നമ്മൾ ഒരാളുടെ ചെയ്യുന്ന പ്രവൃത്തിനെ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് കരുതി അയാൾ നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രേണുസുധി അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രേണുസുധീൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോയിലോട്ട് പോകാം. രേണുസുധിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കാണിച്ചു. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആദ്യം ആലോചിച്ചു, ഇത് രേണുസുധി തന്നെയാണോ? രേണുസുധി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? എന്ത് പറ്റി രേണു ചേച്ചിക്ക്? എന്താണ് രേണു ചേച്ചിയിൽ ഒരു സൈലൻസ്? എന്താണ് അതിന് കാരണം? ആരാണ് രേണുവിനോട് ഇങ്ങനെ ചെയ്തത്? ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ശരിക്കും ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വന്നു. മേ ബി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. പൊതുവേ വീഡിയോയിൽ വന്നിട്ട് ചിരിയും കളിയും തമാശയും കളിയാക്കലും പരിഹാസവും പുച്ഛവും ആറ്റിറ്റ്യൂഡും സീറ്റ് ബെൽറ്റൊക്കെ നിൽക്കുന്ന സമയത്താണ് വളരെ സൈലൻ്റായിട്ട് പീസ്ഫുള്ളായിട്ട് രേണു ഒരു കാര്യം പറഞ്ഞു. അപ്പം നമുക്കതെന്താ നോക്കാം. സംഭവം ഒരു റീൽ വീഡിയോ ആണ്. ഇതാണ് സംഭവം. രേണുസുധിയുടെ ഫോട്ടോ. ആ ഫോട്ടോ ഒരു പെർട്ടിക്കുലർ വ്യക്തി വരച്ചതായിട്ട് കാണിച്ചൊരു സാധനമാണ്. അപ്പം ഫോട്ടോ വരച്ചത് വളരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രോയിങ് ആണ്. അപ്പം ഞാൻ അതിലോട്ട് പോകുന്നതിന് മുമ്പ് രേണു പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ പടം വരച്ചാണ്, പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്, ഇത് ഭയങ്കര ബാഡായിപ്പോയി. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ രേണു റിയാക്ട് ചെയ്ത കുറേ കാര്യങ്ങളിൽ രേണു പറഞ്ഞത് 100% ഞാൻ യോജിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ 2 കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആദ്യം എന്തിനോടാണ് ഞാൻ യോജിക്കുന്നത്? ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അത് നമ്മൾ എത്ര ഹെയ്റ്റുള്ള എത്ര നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവരെ ബോഡി ഷെയിം ചെയ്യുക അല്ലെങ്കിൽ അവരെ വേറെ പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ പ്രൊഫഷൻ, ഞാൻ ആസ് എ കൗൺസിലർ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ പഠിക്കുന്ന ഒരു സാധനമുണ്ട്, ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും അവരുടേതായ രീതിയിലുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള വർത്ത്, ക്വാളിറ്റി, വാല്യൂ ഒക്കെ ഉണ്ട്. അപ്പം രേണുസുധി എന്ന് പറയുന്ന വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ എത്ര ഹേറ്റ് ഉണ്ടെങ്കിലും എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും രേണുസുധി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലാണ്. ആ
ആ രേണു സുധിനി പല്ലി, എലി എന്നൊക്കെ വിളിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. എത്രയൊക്കെ ആണെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ഗുഡ് സൈഡ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് രേണുവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. ആൻഡ് ഇഫ് ഹീ ഈസ് ആൻ ആർട്ടിസ്റ്റ്, ഇതെനിക്ക് ഫേക്ക് പേജ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പുള്ളി ചെയ്ത ഈ പ്രവൃത്തിനെ എത്രത്തോളം നമുക്ക് യോജിക്കാൻ പറ്റും? കാരണം പുള്ളിയുടെ ഒരു കലയെയാണ് പുള്ളി ഇങ്ങനെ ഒരു ചെയ്തിട്ടുള്ളത്. പകരം പുള്ളിക്ക് വേണേൽ രേണുവിനോട് ഇഷ്ടമല്ലെങ്കിൽ രേണുവിൻ്റെ പടം വരയ്ക്കാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു പടം അവിടെ ആ പടം വരയ്ക്കുന്നു, അതിൻ്റെ ബാക്കിൽ എലിപ്പട്ടി പോലെയുള്ള സാധനങ്ങളൊക്കെ വരയ്ക്കുന്നു എന്ന് വെച്ചാൽ പുള്ളീൻ്റെ കലയെ പുള്ളി ഭയങ്കര തമാശവൽക്കരിക്കുക, അല്ലെ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലോട്ട് കൊണ്ടുപോയില്ലേ? അത് ശരിയായിട്ട് ആരെയും തോന്നുന്നുണ്ടോ? എന്നാൽ ഒരു കാർട്ടൂൺ ഇമേജ് പോലെയൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഫൈൻ, ഒരു ഫണ്ണി ഇമേജ് പോലെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഫൈൻ. പക്ഷെ അതിലുപരി അത് അവരെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു പേഴ്സ്പെക്റ്റീവിലോട്ട് ആ കലേനെ കൊണ്ടുപോകുന്നത് ഒരു റൈറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് രേണു പറയുന്ന കാര്യങ്ങളെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ബൈ റെസ്പെക്റ്റിംഗ് രേണു ആണ്. അല്ലാണ്ട് ഒരിക്കലും രേണുവിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു വർത്തമാനമോ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു ഡയലോഗോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യൂല. അതിപ്പോൾ രേണു അല്ല, ഏത് കണ്ടൻ്റ് ആണെങ്കിലും ഞാൻ വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ പലതും സംസാരിക്കൽ. അതുപോലെ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് നമുക്ക് ആളെ ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബോഡി ഷേമിങ് രീതിയിലുള്ള ഈ ഒരു സാധനത്തിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. രേണു പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു. എന്നാൽ ഇതിൻ്റെ 8ൽ 2 ഡയലോഗുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഞാൻ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഏത് സാഹചര്യം, എന്തവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് രേണു പറഞ്ഞു. രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് രേണു ചേച്ചി നേടിക്കഴിഞ്ഞു. ഇനി രേണു ചേച്ചിക്ക് സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം നേടാനില്ല. ഇനി അങ്ങനെ ഒരു അറ്റാക്ക് നേടണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അമ്മാതിരി അറ്റാക്ക് നേരിട്ട് കഴിഞ്ഞു. ആ അറ്റാക്കൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അത് റീച്ചാക്കി മാറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയുന്നത്. അപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു സാധനം കണ്ടതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, അല്ലെ വളരെ വേഴ്സ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം സബ്സ്ക്രിപ്ഷനിൽ വന്ന ലൈവ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന 1-2 ലൈവിനോ അല്ലെ സബ്സ്ക്രിപ്ഷനിലോ എങ്ങനത്തെ വീഡിയോസാണ് രേണു ഇട്ടിട്ടുള്ളത്? എന്തൊക്കെ രീതിയിലാണ് രേണു കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളത്? നെഗറ്റീവ് ക്രിറ്റിസിസമോ അല്ലെ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും രേണു സുധി എന്ന് പറയുന്ന നിങ്ങളെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്നുള്ളത് അറിയാം. പിന്നെ എന്ത് സാഹചര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്ത് പ്രശ്നമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവും റിയലൈസേഷനും നിങ്ങൾക്ക് വരും. എപ്പെന്നറിയോ? ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രശസ്തി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീച്ച്, ഇത് ഒന്നുമല്ലാണ്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ വരും. ഈ റീച്ചും ഈ പ്രശസ്തി കൊണ്ടൊന്നും നേടാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പം ആ സാഹചര്യമല്ലേ, ആ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളിപ്പോൾ ഞങ്ങളോട് ചോദിച്ചാൽ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളൊരു കാര്യം. കാരണം അങ്ങനൊരു റിയലൈസേഷൻ വന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല രേണു ചേച്ചി. എന്താ അറിയില്ല, നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോൻ്റെ നേരെ മുകളിൽ രേണു അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു റീല് ഞാൻ സൈഡിൽ കൂടെ കാണിച്ചു തരാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഒരു റീല് 1-2 റീല് മുകളിലായിട്ട് ഞാൻ കണ്ട ഒരു റീലാണ്. ഇതാണ് ആ സാധനം. ഒരു അടിപൊളി ഡാൻസ് വിത്ത് സംഭവം. ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ട സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സാധനം, ഈ കോസ്റ്റ്യൂം ഇട്ട് സബ്സ്ക്രിപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും രേണു ചേച്ചി കാണിച്ചു കൂട്ടിയെന്നാണ്. കാരണം ഇത്രത്തോളം മാനസിക ഡിപ്രഷനും വിഷമത്തിലും നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കയറി ഈ രീതിയിൽ തുള്ളാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം മെൻ്റലി വളരെ വീക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, മെൻ്റലി നമ്മൾ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊരിക്കലും കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമുക്ക് ഈവൻ നമ്മളുടെ ബേസിക് കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിൽ ആ സങ്കടവും വിഷമവും ഒക്കെ ഉള്ളിൽ നിൽക്കും. ഇത് അപ്ലോഡ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഈ പാട്ട് കൂട്ടി ഈ തുള്ളുന്നതിന് എന്ത് ഇമോഷണൽ ഡാമേജസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഉള്ളിൽ ഒതുക്കുമായിരിക്കും അല്ലേ. ഇനി അടുത്തത്, എന്നെ പൊക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ അടുത്തൊരു സാധനം ഞാൻ ഈ സൈഡിൽ കൂടെ കാണിച്ചു തരാം. അതിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള ക്യാപ്ഷൻസുകളൊക്കെ ഉണ്ട്.
ആ ക്യാപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചു തരാം. ഈ ക്യാപ്ഷൻ്റെ ഉപരി ആ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസ് ഒക്കെ പക്കാ ഫണ്ണിയാണ് കേട്ടോ. ചിരിച്ച് മണ്ണും കുപ്പി വാരുന്ന പറഞ്ഞാൽ മണ്ണും കുപ്പി വാരുന്ന തരത്തിലുള്ള കമൻസ് ആണുള്ളത്. അപ്പം അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെകുത്താൻ, രേണു സുധി ഇപ്പോൾ സുന്ദരിയായല്ലോ. ഓഹ് എൻ്റെ അമ്മോ, അതാണ് പറഞ്ഞത്. എന്നെ പൊക്കാൻ എനിക്കൊരു ഡാഷിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പര്യായം. ഇത് എന്താണ് ഇത് ഉദ്ദേശിച്ചത്? നാണാണോ? ക്രിഞ്ചാണോ? അഭിനയാണോ? എനിക്കറിയില്ല. മേ ബി അഭിനയം ഫ്രണ്ടോട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ പല എന്താണ് സാഹചര്യങ്ങളിലും പോയി മുങ്ങി തപ്പി കുളിക്കുന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും മുങ്ങി തപ്പി കുളിക്കലായിരിക്കാം. അടുത്തൊരു സാധനം ഞാനിവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ സൈഡ് കൊടുക്കാം. ഇന്ന് ഞാൻ ഈ പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ തന്നെ ചിരിച്ചുപോയി. കാരണം എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അല്ലെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ തന്നെ രേണുസുധിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വരുന്ന ഒരു 70% ഓഫ് കമൻസുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ 70% ഓഫ് കമൻസിൽ തന്നെ ഒരു 50% ഓഫ് കമൻസ് രേണുവിനെ കുറ്റം പറഞ്ഞിട്ടാണ്. ബാക്കി ഒരു 20% ഓഫ് കമൻറ്റ് മാത്രം ഉണ്ടാവും ദ പേഴ്സൺ ഹു സപ്പോർട്ട് രേണു, അല്ലെങ്കിൽ വൈ ഞങ്ങൾ യൂട്യൂബേഴ്സ് ഈ കണ്ടന്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് കേരളത്തിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ക്രിയേറ്റർ ആൻഡ് ആക്ട്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു മുഹമ്മദ് റാഫി വയനാട് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്ലോഡ് ചെയ്തതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിയേറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം രേണുസുധിയുടെ അക്കൗണ്ടിൽ ദർ ഇസ് നത്തിങ് സോ ക്രിയേറ്റീവ്. രേണുസുധി ഈസ് ബേസിക്കലി ആൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആൻ ആക്ട്രസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ദറ്റ് വാസ് എ പോയിന്റ്. അല്ലെങ്കിൽ ഒരു മോഡൽ, ഫോട്ടോഷൂട്ടോ, ഫാഷൻ തൈക്കൂണോ അങ്ങനെയൊക്കെ നിങ്ങൾ പറ, അതൊക്കെ നമുക്ക് സമ്മതിക്കാം. ഐ ഡോണ്ട് നോ വേർ ഇസ് ക്രിയേറ്റിവിറ്റി ഇൻ ഹർ. പിന്നെ ആക്ട്രസ്, ഓക്കെ, ദറ്റ് വാസ് കറക്റ്റ്. ഇല്ലാത്ത ക്രിയേറ്റർ ആൻഡ് ആക്ട്രസ്. അപ്പോൾ ക്രിയേറ്റർ എനിക്കറിയില്ല. ആൻഡ് ഇതിൻ്റെ താഴെ വന്ന കമൻസുകളാണ് അതിലും വലിയ കോമഡി. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ കമൻസ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ സന്തോഷകരമായിട്ട് നമുക്ക് ചിരിച്ചിരിക്കാൻ പറ്റും. ഇനി അടുത്തത് രേണു ചേച്ചീൻ്റെ ഡ്യൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഡ്യൂപ്പ്, നമുക്ക് ആ ഡ്യൂപ്പിനെ കാണാം. ആ ഡ്യൂപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ട്രോൾ വീഡിയോ കണ്ടു. ഞാൻ അത് ജസ്റ്റ് ഈ സൈഡിൽ കൂടെ കൊടുക്കാം. ലിറ്ററലി സേയിങ്, ഞാൻ ഈ ഒരു വീഡിയോ കണ്ട് ചിരിച്ച് മണ്ണും കുപ്പിയായി എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. കാരണം ആൾക്കാരുടെ ആ എന്താ പറയുക, രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ ലൈഫിൽ ഒരു അധപ്പതനം എവിടെ സംഭവിച്ചു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ കണ്ടന്റോട് കൂടി അധപ്പതനം സംഭവിച്ചു. ദാറ്റ് ഇസ് ആളുടെ ഒരു ലൈവ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ലൈവ് വീഡിയോനെ ബേസ് ചെയ്ത് ഒരുപാട് ട്രോൾസ് വന്നു. അതിൽ എനിക്ക് ലിറ്ററലി ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച ഒരു ഫണ്ണി ട്രോളാണിത്. ആ ട്രോള് ഹോപ്പ്ഫുള്ളി ഞാൻ ഇട്ടത് റാദർ നിങ്ങൾക്കും എൻജോയ് ചെയ്യാം. അപ്പം ഇനി രേണുസുധിയുടെ അപരനിലോട്ട് നമുക്ക് പോകാം. രേണുസുധിയെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ മരിച്ചതിൽ പിന്നെ പുള്ളിക്കാരി ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരിനെ പറ്റി മോശമായിട്ടൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെ എന്തുവേണ്ടും പറഞ്ഞോട്ടെ, എന്നാൽ പോലും നമ്മളത് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നൊരു സാധനം പറഞ്ഞു. എന്ത് കഷ്ടപ്പാടാണ് രേണുവിന് അനുഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ കൊല്ലം സുധിയുടെ കൂടെ ജീവിക്കുമ്പോൾ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കഷ്ടപ്പാടുമില്ല. വീടിന് വീടുണ്ടാക്കി കൊടുത്തു. പിന്നെ കിച്ചുവിൻ്റെ പഠനവും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല സഹായം വന്നു. ലക്ഷ്മി നക്ഷത്രയുടെ സഹായം വന്നു. അല്ലാണ്ട് പലരും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കഷ്ടപ്പാട് മാറ്റാൻ എന്ന് രേണു ഫീൽഡിലോട്ട് ഇറങ്ങിയോ പിന്നെ കഷ്ടപ്പാടേ ഉണ്ടായിട്ടില്ല. ഇന്ന് 3 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷനിൽ കൂടെ വാങ്ങുന്ന ആളാണ്. ആൾ എത്ര ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് ആൾക്ക് ഇനാഗ്രേഷൻ ചെയ്യുന്നു എന്ന് ആൾക്ക് തന്നെ അറിയില്ല. എത്ര ഷോർട്ട് ഫിലിം ചെയ്തു, എത്ര റീൽസ് ചെയ്തു, ഇതിൽ നിന്നൊക്കെ രേണു പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു കഷ്ടപ്പാടിൽ കൂടെ, കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലിയും കാര്യങ്ങളും ഒന്നും കിട്ടാണ്ട് ഇപ്പോഴും 4 ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിൽ നിന്നൊക്കെ മാറി രേണു എത്രയോ ഉയർന്നു വന്നു. ആൻഡ് രേണു അങ്ങനെ കഷ്ടപ്പാട് അനുഭവിച്ച ഒരു സമയത്തും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദ ഹോൾ മീഡിയ ടീം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് എന്താ പറയാ, പുള്ളിക്കാരിനെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രേണുസുധി എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരാൾ നെഗറ്റീവ് പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഒരു വ്യക്തിനെ നെഗറ്റീവ് പറയുന്നതെങ്കിൽ അത് വേറെ പലതും ആയിരിക്കാം. ഇവിടെ ഈവൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, കമൻ്റ് ഇടുന്ന ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ ആ വ്യക്തിയിൽ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഫീൽ ചെയ്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരി. എനിക്ക് അത്രയും രേണുവിന്റെ വലിയൊരു ഫാനും കൂടിയാണ് ഞാൻ. ഇപ്പൊ ഈ ഡൂപ്പും കൂടെ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
അതിനൊന്നും ഒരാൾ ഇവിടെ ഒരു കുറ്റവും പറയുന്നില്ല. നിങ്ങൾക്ക് രേണുസുധീനെ ഇഷ്ടപ്പെടാം, ആരാധിക്കാം, രേണുവിൻ്റെ കൂടെ നിൽക്കാം, അസോസിയേറ്റ് ചെയ്ത് നിൽക്കാം. ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം രേണുവിനെ ആരും സ്നേഹിക്കരുത്, എല്ലാവരും രേണുവിന് എഗെയിൻസ്റ്റ് ആവണം എന്ന അഭിപ്രായമൊന്നും നമുക്ക് ആർക്കുമില്ല. ആൻഡ് ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് പോലും രേണുവിൻ്റെ അടുത്ത് ഒരു ഹേറ്റും ഇല്ല, രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഒരു വെറുപ്പുമില്ല. ലിറ്ററലി സെയിങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ അഭിപ്രായം പറയുന്നു, അതവിടെ കഴിയുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ് ഇതിപ്പോൾ രേണുസുധിയുടെ ഡൂപ്പാന്നാണ് പറയുന്നത്. ഇത്രയും കാലം കണ്ട ഡൂപ്പുകൾ വെച്ച് നോക്കുമ്പോൾ നല്ല സിമിലാരിറ്റി ഉണ്ട് അല്ലേ ഈ പെൺകുട്ടിക്ക് രേണുവായിട്ട്, ബോഡി സ്ട്രക്ചർ ആണെങ്കിലൊക്കെ. അവൾക്ക് തന്റെ ഇടമാണ് വേണ്ടത്, അല്ല പെണ്ണ് എവിടെയും പേടിച്ച് നിൽക്കേണ്ടവളോ അല്ല പെണ്ണെന്ന് പറഞ്ഞാൽ അവള് പക്ക ബോൾഡ് ആയിരിക്കണം. തെറി പറയേണ്ട അടുത്ത് 10 പറയണതാണ് പെണ്ണെന്ന് പറഞ്ഞ പെണ്ണ്. അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം തെറി പറയാൻ പാടില്ല, പെണ്ണുങ്ങൾ തെറി പറയുന്നതല്ല മോശമാണ്, അങ്ങനെയൊന്നും ഇല്ല. നമ്മളെ തെറി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അതേ രീതിയിൽ അങ്ങോട്ട് 10 പറഞ്ഞു നോക്കണമെന്നാണ് ഞാൻ പറയണത്. പെണ്ണുങ്ങൾ ഓഫ്കോഴ്സ് ബോൾഡ് ആവണം, പെണ്ണുങ്ങൾ ചങ്കൂറ്റം കാണിക്കണം, പെണ്ണുങ്ങൾ സ്ട്രോങ് ആവണം. പെണ്ണുങ്ങൾ ഒരിക്കലും പേടിച്ച് നിൽക്കണം എന്നൊരു സാധനമൊന്നും ഇപ്പം ഇല്ല. ഇത് എന്തിനീ പെണ്ണീ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അതവിടെ കിടക്കട്ടെ. പക്ഷെ ഇവിടെ പറഞ്ഞ ഒരു സാധനം എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചൊന്ന് വിളിക്കണം എന്നോ, അല്ലെ എന്നെ 2 വിളിച്ചാൽ ഞാൻ തിരിച്ച് 2 തെറി വിളിക്കണം. അതൊക്കെയുടെ ഒരു വ്യക്തിഗതമായ താല്പര്യമാണ്. ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വുമണാണ് എന്ന് കരുതി എന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിട്ട് ഒരാൾ കയറി തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ച് അതേ ടോണിൽ ഞാൻ അയാളെ കയറി തെറി വിളിക്കില്ല. എന്നാൽ ഇപ്പോൾ ഹെൽനോസ് പാട്ട അല്ലെ പല ആൾക്കാരും ഉണ്ട് റിയാക്ട് ചെയ്ത് അതേ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പം എന്നോട് ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് എന്താണ് ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാണ് എൻ്റെ ഒരു ചിന്ത പോവുക. എന്നാൽ കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുന്നത്. അതൊക്കെ കംപ്ലീറ്റ്ലി ഒരു പേഴ്സൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും റൈറ്റ് നൗ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള അഭിപ്രായം ഞാൻ ജസ്റ്റ് അവിടെ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ സംസ്കാരപ്രകാരം നിങ്ങൾ ഒരാൾ തെറി വിളിക്കുമ്പോൾ തിരിച്ച് 4 തെറി വിളിക്കണമെന്നാണെങ്കിൽ വിളിച്ചോ. തെറിക്കാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. തെറി എന്ന് പറയുന്ന ഒരു സാധനം വിളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വിളിക്കുക. എന്നാൽ ഞാൻ അങ്ങനെ വിളിക്കില്ല എന്നാണ്. ഓക്കെ ഫൈൻ. ഇപ്പം എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്കങ്ങനെ ഇപ്പോൾ ഒന്നും കണ്ടിട്ടില്ല, പണ്ടൊക്കെ തെറി കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. ആ ഒരു തവണ ഒരു തെറി കമൻറ്റ് കണ്ട സമയത്ത് ഞാൻ അക്കൗണ്ട് സെർച്ച് ചെയ്ത് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അയക്ക് കയറി മെസ്സേജ് അയച്ച ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് വരുന്ന തെറി കമൻസ് ഒക്കെ ഐ ജസ്റ്റ് ഹൈഡ് യൂസർ ഫ്രം ചാനൽ ബിക്കോസ് ഐ ഡോണ്ട് ഫക്ക് ഷീറ്റ് കെയർ അബൌട്ട് ഇറ്റ്. അത്രയേ ഉള്ളൂ. കാരണം അത് അവരുടെ സംസ്കാരമാണ്, അവരുടെ പെരുമാറ്റമാണ്. ലതം തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, തെറി വിളിക്കുന്നവരെ പച്ചത്തെറി കുട്ടി വിളിച്ചിരിക്കണം. തെറി വിളിക്കുന്നവരെ, അല്ലാത്തവരോടില്ല. തെറി വിളിക്കുന്നവരെ നിങ്ങൾ ഇനി സൂക്ഷിച്ച് തെറി വിളിച്ചോണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇപ്പൊ പെമ്പിള്ളാരെ തെറി പറയുന്നവര് വകുപ്പ് വേറെ. ഇപ്പൊ സ്റ്റേഷനിൽ കിടന്ന് കരിക്കു പൊതിക്കാം, സാറുമാരിട്ട് കരിക്കു. ഈ മനുഷ്യൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. ഈ മനുഷ്യനുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആക്ട്രസ്മാരും ഇപ്പോൾ ഫീൽഡിൽ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ ഞാൻ വിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്കട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ സബ്സ്ക്രിപ്ഷനുമായിട്ട് വരും, അപ്പോൾ ഇവരെ കാണാം. ഇങ്ങനൊരു ലോഡ് ആൾക്കാരിപ്പം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു സ്റ്റാർട്ട് ഫേസ് എന്ന് പറയുന്നത് രേണുസുധിയിൽ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു ശ്രീലക്ഷ്മി ഇല്ലേ, ജാസിയോട് ഫുൾ ടൈം നടക്കുന്ന ആൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന തന്നെ അലിൻ ജോസ് പെരേരനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ കുറച്ചൊരു 5-6 ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും രേണുവിനെ പറ്റി പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടാണ് ബിക്കോസ് ഞാൻ വീഡിയോ എടുക്കണോ എടുക്കണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെ ഞാൻ കരുതി ക്യാൻ ടേക്ക് എ വീഡിയോ. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു കണ്ടന്റ് കണ്ട സമയത്ത് എനിക്ക് സംസാരിക്കണം തോന്നി. കാരണം എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെ നെഗറ്റീവും ഹേറ്റും ഒരു സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് അവരെങ്ങനെയൊക്കെ പറയുക സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള രേഖപ്പെടുത്ത്. ഐ നോ മേ ബി ദിസ് ഈസ് ഗോണ ബി എ ഷോർട്ട് വീഡിയോ ബട്ട് ഐ ഹോപ്പ് മൈ സബ്സ്ക്രൈബർ വിൽ ലവ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ്